നല്ല സന്തോഷമുണ്ട്. പടം ഇറങ്ങിയിട്ട് നല്ല ജെന്യുവൻ ഓണസ്റ്റ് റെസ്പോൺസസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. റിവ്യൂവേഴ്സ് ആയാലും മീഡിയക്കാരായാലും എല്ലാവരും പടം കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഓണസ്റ്റ് റെസ്പോൺസ് ആണ് കൊടുത്തത്. അപ്പൊ അതിന് നല്ല സപ്പോർട്ടിന് നല്ല വലിയ നന്ദിയുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് ഓൾ ദ റെസ്പോൺസസ്. സോ അതിനായി ബിഗ് താങ്ക്സ് ഫ്രം മീ ആൻഡ് ദ ടീം ആൻഡ് വി ആർ വെരി വെരി ഹാപ്പി. സോ നമുക്കിപ്പോൾ പ്രസ് മീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളോട് സംസാരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ മുഹമ്മദ് മുസ്തഫ തന്നെ നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബാക്കി അവർക്ക് പറയാനുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ കുറച്ചു നേരം സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ച പോലെ 8-ാം തീയതി പടം റിലീസ് ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ നമുക്ക് നല്ല റെസ്പോൺസും നല്ല അഭിപ്രായങ്ങളും കമൻസുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വന്നിട്ടുള്ള റിവ്യൂസ് എല്ലാം പോസിറ്റീവാണ്. അത് ഞങ്ങൾക്ക് അടുത്ത പടം ചെയ്യാനുള്ള ഊർജ്ജമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടിയും ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വരും സിനിമകളിലും ഇതുപോലെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ഈ ഒരു വിജയം ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഞങ്ങളെ ആക്ടേഴ്സിനോട് പരിചയപ്പെടുത്തുകയാണ്. വിഘ്നേഷാണ് അതിൽ സിട്രസ് എന്ന് പറഞ്ഞ മധുരയിലെ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച് വിഘ്നേഷ്. അനുജിത്താണ് മനാഫ്. 4 പേരിൽ തിരുവനന്തപുരത്തെ 4 പയ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. യദുകൃഷ്ണ മനു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നു. സജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തതാണ് ജോബിൻ ദാസ്. അത് കൃഷാസൻ നമ്മൾ മലർവേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം കൊണ്ട് മധുരയിലെ കഥാപാത്രമാണ്. ഇത് നമ്മുടെ അവസാനം വരെ പോരാടിയ കഥാപാത്രം ഋതു. നെക്സ്റ്റ് നമ്മുടെ പാർവതി ചേച്ചി. ഈ സിനിമയിലൊരു ശക്തമായ കഥാപാത്രം. വളരെ കുറച്ച് സീനുകളുള്ളെങ്കിലും സിനിമയിലുടനീളം ആ ഒരു ക്യാരക്ടറിന്റെ വൈബ് നിലനിർത്തിക്കൊണ്ട് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ പാർവതി ചേച്ചി രമാദേവി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. എല്ലാവരും എല്ലാ മെസ്സേജിലും ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെക്കുറിച്ച്, എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള മെസ്സേജുകളിലെല്ലാം ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു വലിയ വാഗ്ദാനമാണ് ക്രിസ്റ്റി, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. നെക്സ്റ്റ് കണ്ണൻ നായരാണ്. അനി സുനി എന്ന് പറയുന്ന 2 ഇരട്ടകളാണെന്നോ തോന്നിപ്പോകുന്ന രീതിയിൽ സുരാജേട്ടൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച സുനി അണ്ണൻ കണ്ണൻ നായർ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ്. ബാക്കി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ ക്യാമറമാൻ വരാനുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ വരാനുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആമുഖമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി, കാരണം തന്റെ കരിയർ ബെസ്റ്റ് റോള് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാലപാർവതി ചേച്ചി മുറയിൽ ചെയ്തിരിക്കുന്നത്. ചേച്ചി 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും നമ്മളോട്. നമസ്കാരം. മുറയുടെ നറേഷൻ ആദ്യമായിട്ട് മുസ്തഫ എന്നോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മീറ്റിൻ്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു. അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിലുണ്ടായിരുന്നു. മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പരസ്യചിത്രത്തിലാണ് ആദ്യം മുസ്തഫയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാകും, എവിടെ എത്തും, ഇതൊരു ജേർണിയുടെ തുടക്കം മാത്രമാണ്. 2ാമത്തെ സിനിമയായുള്ളൂ. ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക, മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയും, BGM കുറിച്ച് പറയും എന്നൊക്കെ. സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയത്. ഞാൻ മധുരയിലെ ഷൂട്ടിംഗ് ആയിരുന്നു. പക്ഷെ അതേ റിവ്യൂസാണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത്. അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റാണ്. രമാദേവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ തലയിലൊക്കെ തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത്. അത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരാൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മൊമെൻറ്റ്.
അത് ആൾക്കാർ സ്വീകരിച്ചു. എന്നെ കൊല്ലണം ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ AD-യുടെ ലോപ്പസിൻ്റെ അമ്മയൊക്കെ അച്ചയ്ക്ക് ചീത്ത വിളിച്ചതെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായി. ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ട്. ഒരുപാട് പേര് ചീത്ത വിളിച്ചു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമായി. എന്ന് വെച്ചാൽ ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ തീർന്നേനായിട്ട്. ഭയങ്കര നെഗറ്റീവായിട്ട് ഇടി തരണം, കൊല്ലണം, ഇവരെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാനൊക്കെ തോന്നി എന്ന് പറഞ്ഞു. വലിയ സന്തോഷം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനെക്കാട്ടി ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെയൊക്കെ പേര് ചിലപ്പോൾ പറഞ്ഞു തരും. പക്ഷേ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവരും ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാലല്ല, എൻ്റെ മകനെ കൂടെ ചേർത്ത് പറയും. എൻ്റെ മകനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്ന അക്ഷയുടെ ക്യാരക്ടറുള്ള അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അവൻ്റെ തിയേറ്റർ ആക്ടറാണ്, ഫസ്റ്റ് ഫിലിമാണ്. അങ്ങനെ നോക്കുമ്പോൾ 7 പുതുമുഖങ്ങൾ, ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ്. ഇനിയും കാണാനുള്ളവർ മുഴുവൻ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ. കാരണം അപ്പോഴും ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളൂ. അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം നിങ്ങൾ ഓർത്ത് വയ്ക്കും. അതാണ് ആ മെറിറ്റ്. അപ്പോൾ ഈ ആക്ടേഴ്സായിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാതെ ചെറുപ്പക്കാരായി വന്ന കുട്ടികളെല്ലാവരും തന്നെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപേക്ഷ. താങ്ക് യു ചേച്ചി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ ഒരു റിവ്യൂ കണ്ടാലും എവിടെ ബാക്കിയുള്ള ആര് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഈ 4 ചെറുപ്പക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ആ ചെറുക്കം പൊളിയാണ്, ഈ ചെറുക്കം പൊളിയാണെന്ന് കേൾക്കുന്നുണ്ട്. അതിൽ ഇടയ്ക്ക് അനന്തു എന്നുള്ള പേരും കേൾക്കും. ആദ്യത്തെ മലയാള ചിത്രമാണ്. അതിനു മുമ്പ് തന്നെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓൾ വി ഇമാജിൻ ആൻഡ് സ്ലൈറ്റ് എന്ന് പറഞ്ഞ് പായൽ കപാടി സംവിധാനം ചെയ്ത ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. അതിനു മുമ്പ് മുംബൈക്കാർ എന്ന് പറഞ്ഞ ഹിന്ദി ചിത്രം. ബൃന്ദ മാസ്റ്റർ, എനിക്ക് തോന്നുന്നു നമ്മളെ മീഡിയക്കാർ നേരത്തെ കണ്ടിരുന്നു. ബൃന്ദ മാസ്റ്റർ സംവിധാനം ചെയ്ത തക്സ് എന്ന് പറഞ്ഞൊരു പടത്തില് മൃദു നായകനായിട്ട് അഭിനയിച്ചിരുന്നു. ആമസോണിലെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞൊരു സീരീസിൽ ചെയ്തിരുന്നു. വെട്രിമാരൻ, അങ്ങനെ പല ആൾക്കാരുടെ കൂടെയും പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മലയാള പടം തന്നെയാണ്. പക്ഷെ നേരത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വന്നപ്പോൾ മലയാളിയാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ഇപ്പൊ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞു. മുറയുടെ സ്വന്തം അനന്തു, ഹൃദു ഹാറു, 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആദ്യമായിട്ടാണ് ഫിലിം തിയേറ്റേഴ്സിൽ ഞാൻ വർക്ക് ചെയ്തൊരു ഫിലിം തിയേറ്റേഴ്സിൽ ഇത്രയും റിസപ്ഷൻ നേടുന്നത്, ഇത്രയും അപ്രിസിയേഷനും സ്നേഹവും, ആൾക്കാരൊക്കെ ഇമോഷണലായാണ് ടെക്സ്റ്റും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ മെസ്സേജസ്, ആൾക്കാരുടെ ലവ് ആൻഡ് അപ്രിസിയേഷൻ കാണുമ്പോൾ ഞാൻ തിയേറ്ററിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ ഭയങ്കര very happy to be part of Mora team. Yes. ഇനി കഴിഞ്ഞ ആഴ്ച ഈ നടൻ എന്നോട് പറഞ്ഞതാണ്, നമ്മൾ സൂര്യനന്ദന്റെ പടത്തിന്റെ കൂടെയാണ് ഇറങ്ങാൻ പോണത്. തിരിച്ച് അടുത്ത ആഴ്ച സൂര്യനന്ദന്റെ പടം വരും. അപ്പൊ നമ്മളെ പടവും കാണുമെന്ന തിരിച്ചെന്നെ ചോദിച്ചാൽ, സൂര്യയുടെ റീല് ചെയ്ത് ട്രെൻഡിങ് ആയ അയാളിപ്പോ മലയാള സിനിമയിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് പ്രിയങ്കനായിട്ടുള്ള ജോബിൻ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സൂര്യ ഫാനാണ്. സൂര്യ ഫാൻ ആയിട്ട് പോലും നമ്മുടെ മുറയുടെ കൂടെ ഒരു ഇത് വന്നപ്പോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇല്ല, ഞാൻ പോയില്ല, സിനിമ കണ്ടില്ല. മുറയുടെ ഭാഗമായിട്ട് ഇതിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. എല്ലാരും നല്ല മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. എല്ലാവർക്കും പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ എന്റെ ശത്രുക്കൾ വരെ എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി എന്നതാണ് ഏറ്റവും വലിയ സത്യം. എനിക്ക് അതിലൊരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. നമ്മുടെ മുറ ടീമിലെ വളരെ സൗമ്യനും സുശീലനും സൗന്ദര്യവാനും അതിലുപരി ഭയഭക്തി ബഹുമാനവുമുള്ള ശ്രീ യദു കൃഷ്ണൻ 2 വാക്ക് സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സക്സസ് മീറ്റിൽ വന്നിരിക്കാൻ. ഒരു പുതുമുഖ നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മുറയിലൂടെ കിട്ടിയത്. മുറയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണമാണ്, പോസിറ്റീവ് റിവ്യൂസാണ്.
ഇനിയും ഈ സിനിമ വലിയ വലിയ ഉയരങ്ങളിലെത്തും, നമ്മളെത്തും. താങ്ക് യു. അടുത്തത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ തിരക്കഥാകൃത്തിനെ കുറിച്ച് അപവാദം പോലെ രീതിയിൽ പ്രതികരിച്ച്, പക്ഷെ അതൊന്നും അല്ല സംഭവം. അവസാന സിനിമയായി കാര്യങ്ങളിലൊക്കെ എത്തി വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോടൊക്കെ സംസാരിച്ച, മീഡിയ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച നമ്മുടെ 4 ചെറുപ്പക്കാരിൽ ഒരാളാണ് അനുജിത്ത്. അപ്പൊ അനുജിത്ത് 2 വാക്ക് സംസാരിക്കുന്നു. പുതിയ കഥ പറയാന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാടധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഒരു സിനിമയിൽ ഇങ്ങനെയൊന്നും കിട്ടുമെന്നൊന്നും. ഞാൻ ഇക്കടുത്താണ് നന്ദി പറയണേ. ഇതിൽ സെലക്ട് ആവുമെന്നും വിചാരിച്ചില്ല. സന്തോഷം, അത് മാത്രമാണ്. താങ്ക് യു. ഇനി മധുരയിലുള്ള 2 ചെറുപ്പക്കാരിക്കൊണ്ടിരിക്കുന്നത്, കാരണം ഇതെങ്ങനെ അവരെ കണ്ടെത്തിയെന്നൊക്കെ അതില് കൃഷ്ണ ഹസൻ അദ്ദേഹം 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് മലയാളം മനസ്സിലായി, അദ്ദേഹം തമിഴ് സംസാരിക്കുന്നതായിരിക്കും നമ്മളോട്. ஹலோ, நான் கிறிஸ் ஹாசன். மலையாளத்தில் பேச முடியல, ஏன்னா கற்றுட்டு இருக்கேன் கொஞ்சம் கொஞ்சமாக. தமிழே பேசலாம்ல, அதுதான் என்னோட ஃபாலோவர்ஸும் சரி. அண்ட் தென் இப்போது நான் எனக்கு வந்துட்டு இருக்கிற ரிவ்யூஸும் சரி, நீங்கள் தமிழே பேசுங்க ப்ரோ, ஏன் மலையாளம் இவ்வளோ கஷ்டப்படுறீங்க அப்படின்னு சொல்லி வருது. தேங்க்யூ இந்த அளவுக்கு அக்செப்ட் பண்ணது. இந்த கேரக்டரு எனக்கு லைஃப் டைமில் ஒரு பெரிய கேரக்டர், அது நல்லா ரிசீவ் ஆகிருக்கு. ஐம் ஸோ ஹாப்பி ஃபார் தட். தேங்க்யூ முஸ்தஃபா. മധുരയിലെ മറ്റൊരു ചങ്ങായ വിഘ്നേഷ് സുരേഷ് പ്ലീസ്. எல்லாருக்கும் வணக்கம், நான் விக்னேஷ். ஸோ முரால சிற்றரசுன்னு ஒரு கேரக்டர் பண்ணியிருக்கேன். ஸோ இந்த ஒரு கேரக்டருக்கு நான் எவ்வளோ நாள் வெயிட் பண்ணிட்டு இருந்தேன்னு எனக்கும் தெரியும், எனக்கு கூட இருந்தவங்களுக்கும் தெரியும். தேங்க்யூ ஸோ மச் இக்கா, பிகாஸ் எவ்ரி மொமெண்ட் தட் ஐ பிளேட் சிற்றரசு, it means so much to me. And அது மட்டும் இல்லாமல் தி பாய்ஸ் எவ்ரி ஒன் ஆர் லைக் எனக்கு என்னோட தம்பிங்க, they are like my own brothers. Like I love every one of them so much, and this team has worked so hard. அது எல்லாருக்கும் தெரியணும்னு நான் நினைக்கிறேன். ஏன்னா யூஸ்வலாக இவ்வளோ ஸ்ட்ரெயினோ இவ்வளோ ஸ்ட்ரெஸ்ஸோ எடுத்து எல்லாரும் பண்ணியிருப்பாங்களான்றது, எவ்ரி ஒன் ஒர்க்ஸ் ஹார்ட், பட் இதில் we worked a little extra. Like we put like this is our last filmன்ற மாதிரி எல்லாருமே லைக் அவ்வளோ ஒரு டெடிகேஷனோட ஒர்க் பண்ணியிருக்கோம். லைக் ஓகே, இதை விட்டா எனக்கு there's nothing else அப்படின்ற ஒரு விஷயத்தில் நாங்கள் அவ்வளோ ஒரு டெடிகேஷன் போட்டிருக்கோம். அண்ட் அது வந்திருக்குன்னு நினைக்கிறவங்க எல்லாரும், பார்த்தவங்க எல்லாருக்கும் தெரியும், பார்க்க போகிறவங்களுக்கும் அது நல்லாவே தெரியும். ஸோ வித் ஆல் ஆர் ப்ரெஸ் ஃப்ரெண்ட்ஸ் பிளெஸிங்ஸ், இது இன்னும் கொஞ்சம் ப்ரொமோட் ஆகட்டும், இன்னும் கொஞ்சம் நிறைய பேர் வந்து தியேட்டரில் பார்க்கட்டும். அண்ட் ஆல்ரெடி படம் சூப்பர் ஹிட்டாக போயிட்டு இருக்கு. இதுக்கு மேலேயும் அடுத்த லெவலுக்கு போக என்னுடைய மனமார்ந்த வேண்டுகோள். அண்ட் தேங்க்யூ ஸோ மச். அண்ட் எல்லாரும் என்ஜாய் பண்ணுங்க. அண்ட் எஸ், சியர்ஸ் டு தி நியூ ടീം. മുറ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ റിവ്യൂകൾ വരുമ്പോൾ എല്ലാവരും പരാമർശിക്കുന്ന, പ്രേക്ഷകരായിക്കോട്ടെ നിരൂപകരായിക്കോട്ടെ, ആരും പരാമർശിക്കുന്ന ഒരാളുടെ പേരുണ്ട്. ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച ക്രിസ്റ്റി ജോബി എന്ന ചെറുപ്പക്കാരന്റെ പേര് നൺ അതർ ദാൻ അവർ ക്രിസ്റ്റി ജോബി. 2 വാക്ക്. ഹായ്. ഞാൻ ജെയ്ക്സ് ഏട്ടൻ്റെ പ്രോഗ്രാമറായിരുന്നു. ജെയ്ക്സ് ബിജോയ് മ്യൂസിക് ഡയറക്ടറുടെ പ്രോഗ്രാമറായിരുന്നു. ഞാനൊരു 5 വർഷമായിട്ട് ജെയ്ക്സ് ഏട്ടൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഫിലിമാണ്, മീൻ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫുള്ളായിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫിലിമാണ്. എനിക്കിനി ഇത്രയും ടൈം എടുത്ത് ചെയ്യാൻ ഇനിയൊരു പ്രൊജക്റ്റ് അങ്ങനെ ഈ ഒരു ടൈം ഫ്രെയിം കിട്ടുമെന്ന് ഇനി അറിയില്ല. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു 8-9 months ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മുറയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജനുവരിയിൽ ജോയിൻ ചെയ്തതാണ്. ഇതിൻ്റെ ഷൂട്ടിൻ്റെ ടൈമിൽ തന്നെ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ടൈമിൽ തൊട്ട് ഇനീഷ്യലി പ്രഷർ വളരെ കുറവായിരുന്നു, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ സോങ്സ് ഒക്കെ ആ ടൈമിലാണ് വർക്ക് ചെയ്തത്. പടത്തിൻ്റെ തീംസൊക്കെ അപ്പോഴേ ചെയ്തു. പിന്നെ RR സ്റ്റാർട്ട് ചെയ്ത്
അപ്പം അങ്ങനെ ഫുൾ ത്രൂ ഔട്ട് മുസ്തഫയും എല്ലാവരും ടീം എല്ലാവരുമായിട്ടാണ് വർക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ മാത്രം ഒരു റൂമിലിരുന്ന് അങ്ങനെയല്ല, ഇവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ട്രാക്സ് അയച്ച് എല്ലാവരുടെയും ഫീഡ്ബാക്സ് എടുത്ത് അപ്പോൾ ഇത്രയും ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല റിസൾട്ട് വന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല റെസ്പോൺസാണ് ഇതുവരെ വിളിച്ച് പറഞ്ഞത്. ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി. താങ്ക് യു. ഇനി ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ച ശ്രീ സുരേഷ് ബാബു, കണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്ലവേഴ്സ് ചാനലിൽ ഉപ്പുമുളകം എന്ന് പറയുന്ന ആ ഒരു ഹാസ്യ പരമ്പര കഴിഞ്ഞ 9 വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ചിരിപ്പിക്കുന്ന ആ എഴുത്തിലൂടെ ചിരിപ്പിക്കുന്ന മനുഷ്യനെ ഇടയ്ക്ക് പ്രതിഭാസമായ സ്ക്രീനിൽ തന്റെ അഭിനയം കാഴ്ചവെക്കാറുണ്ട്. മുറയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പടം തന്ന് യുവാക്കളെയും എല്ലാവരെയും കോരിത്തിരിപ്പിച്ചിരിക്കുകയാണ് ശ്രീ സുരേഷ് ബാബു എന്ന കണ്ണൻ. പ്രിയപ്പെട്ട സുരേഷ് ബാബു, 2 വാക്ക്. ഞാൻ സാധാരണ ഇത്രയും പുകഴ്ത്തി പറയാറില്ല കണ്ണൻ ചേട്ടൻ. താങ്ക് യു. ഗുഡ് ഈവനിങ്. താങ്ക് യു ഓൾ ഓഫ് യു. എന്തായാലും വളരെ സന്തോഷം. കുറച്ച് ലേറ്റായി പോയി, അതിൻ്റെ ടെൻഷനായി പോയി. എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. എങ്കിലും ആദ്യമായിട്ട് എന്നെ എപ്പോഴും കൂടെ കൂട്ടി നിർത്തുന്ന എൻ്റെ ബ്രദർ മുസ്തഫ, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ എന്നെയും അദ്ദേഹത്തെയും വിശ്വസിച്ച ഈ പ്രൊഡക്ഷൻ കമ്പനി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അവർ തന്ന ശക്തി ഇല്ലാതെ ഒരുപക്ഷെ നമുക്ക് ഈ പുതിയ കുട്ടികളെയൊക്കെ ചേർത്ത് ഇപ്പോഴത്തെ സിനിമാ സാഹചര്യത്തിൽ ഇത് സിനിമ സംഭവിക്കില്ലായിരുന്നു. പിന്നെ സുരാജേട്ടൻ, മാലേച്ചി, അവരുടെയൊക്കെ സപ്പോർട്ട് അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ന് വരെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ADs ഒരുപാട് പേരുണ്ട്. ശ്രീ നിരഞ്ജൻ, സന്ദീപ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവർ ചെയ്യണമെന്നപ്പോൾ ഒന്നും ചെയ്തില്ലേ എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിന് ഇപ്പം അത് അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. എന്നെ വേട്ടയാടാറുണ്ട്. കുറച്ചുകൂടെ പറ്റുമായിരുന്നു. എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിക്കുക, എല്ലാത്തിനും ഫ്രീഡം നിന്ന് എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ് മുസ്തഫ. അപ്പോൾ കപ്പിളിലും കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. അതൊക്കെ അത്രയും ടെക്നിക്കലി വലിയ ഇതൊന്നും ക്രിയേറ്റീവിൽ ചില പറ്റുമായിരിക്കും. എന്നെ കൂടെ നിർത്തി എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്താഗതിയൊക്കെ വന്നിട്ടുണ്ട്. സിനിമ എന്താണെന്ന് മനസ്സിലാക്കി കാണും. പിന്നെ ADസിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ശ്രീ നിരഞ്ജൻ, സന്ദീപ്, മൈ ഡിയർ അമീൻ, എൻ്റെ പേരുകൾ എടുത്തു പറയുമ്പോൾ ആദ്രിക, ധനുഷ്, അങ്ങനെ പോകുന്നു. ലോപ്പസ്, ഭയങ്കര ഇപ്പോഴും 1.5 വർഷം മുസ്തഫ റെഡി എന്ന് പറഞ്ഞ് തുടങ്ങി. അത് റെഡി എന്ന് നോക്കി യെസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു സ്കൂളാണ് അതിലവസാനം വരെ ഇങ്ങനെ നിന്നത്. അത് ഭയങ്കര. പിന്നെ ആക്ടേഴ്സ് നമുക്ക് തന്നെ പ്രചോദനമാക്കുന്ന തരത്തിൽ അവരുടെ പ്രകടനം. അങ്ങനെ ഇതൊക്കെ കുറേ അച്ചടിച്ച വാക്കുകൾ പോലെ പറഞ്ഞു പോകല്ല. ഇനി ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കും, ഇനിയും സിനിമകൾ ഇതേ തരത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നാടകത്തിൽ നിന്ന് ശ്രീ കണ്ണൻ നായർ, അദ്ദേഹം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇടയ്ക്കൊരു ആൾ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹമൊക്കെ മുഖ്യധാര സിനിമയിൽ എന്തുകൊണ്ട് എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വേദന തോന്നി. നമ്മുടെ നാട്ടുകാരടുത്ത് കാണുന്നത് തന്നെ ഒരു നാടകത്തിൽ വെച്ചിട്ടാണ്. അത് ശ്രീ മുസ്തഫ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, നമുക്കൊന്ന് പോകാം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ മീഡിയാസ് ഇതുവരെ ചെയ്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. സത്യസന്ധമായ ഒരു റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തു നിന്നും മീഡിയാസ്. അപ്പം നല്ലത് ചെയ്താൽ നല്ലത് തന്നെ എന്നുള്ളതിനുള്ള ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ക്രിസ്റ്റി പുതിയതാണല്ലേ, ആദ്യമായിട്ട് ചെയ്യണല്ലേ, പറയില്ലേട്ടാ അനിയ, ഒരു രക്ഷയില്ല. അത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം, എല്ലാവർക്കും തന്നെ ആയിരിക്കും. പിന്നെ അങ്ങനെ നന്ദി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് ഇപ്പോൾ പോലും നമ്മളെ കുട്ടികൾ ചോദിക്കും, തീർച്ചയായും കുറച്ചുകൂടെ പഞ്ചാവരണ്ടേ എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് അനവധി പേരുണ്ട്. അവരൊന്നും ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ല, വിസ്മരിക്കാനും പറ്റില്ല. പക്ഷേ എന്തായാലും നമ്മുടെ മുസ്തുവിനോടൊപ്പം മാലേച്ചി കൂടെ നിന്ന ഒരു തുടക്കം മുതൽ, പിന്നെ മൈ ഡിയർ ഫ്രണ്ട്, മൈ ബ്രദർ പ്രതീഷ് സർ, എടുത്ത് പൊക്കി പറയണത് എന്താ വേണ്ടേ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം വർഷങ്ങൾ സുഹൃത്താണ്. ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോയെങ്കിൽ ക്ഷമിക്കണം. ആൻഡ് മൈ ഡോട്ടർ, മൈ സിസ്റ്റർ, എന്താണ് തിരിച്ചുകൊണ്ട് നമ്മുടെ പറയുന്ന പ്രൊഡക്ഷൻ, ചെറുപ്പക്കാർ വന്നിരിക്കുന്ന മുന്നോട്ട് ശക്തി മുറ. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും വിട്ടുകൊണ്ടെങ്കിൽ ക്ഷമിക്കണം. പെട്ടെന്നുള്ള ഇതിൽ പറഞ്ഞു വന്നതാണ്. എന്തായാലും വീണ്ടും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് സത്യസന്ധമായും ശക്തമായും ഇനി ഉണ്ടാകുന്ന വിശ്വാസത്തോടെ നിർത്തും. താങ്ക് യു. ആരും പേടിക്കുന്നത്, പരിപാടി തീർന്നതല്ല, കണ്ണച്ചെല്ലാം കൂടി പറഞ്ഞു നിർത്തുകയാണ്. എത്തായ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടും അത് മുസ്തഫ എടുത്തു പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ പറഞ്ഞു. ഓട്ടോ ആരിഫ്, പാവം നന്നായിട്ട്. മുസ്തഫയ്ക്ക് എപ്പോഴും ഒരു വേദനയായിരുന്നു. അയാൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിന്നെ കട്ട് ചെയ്ത് പോയതിലും ഒക്കെ ആരിഫ്, അതുപോലെ ഒരുപാട് പേര്
പിന്നെ മുസാഫ് പറയുണ്ടായി ഇത് നമ്മൾ ഒരുപാട് പേര് ഇതിന് വന്നിട്ടുണ്ട്, ഓഡിഷൻ വന്നിരുന്നു. അതിലിപ്പോൾ പലരും നന്നായിട്ട് ചെയ്തു, പക്ഷെ ചിലപ്പോൾ ക്യാരക്ടറിൻ്റെ ലുക്ക് വൈസ് അതൊക്കെ കൊണ്ട് ആപ്റ്റ് ആവത്തുണ്ട്. അദ്ദേഹം തന്നെ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ വന്നവർ അവരോടൊക്കെ അകമഴിഞ്ഞ് നന്ദി പറയുന്നു. എല്ലാവരും എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ ഉണ്ടാവട്ടെ. നമ്മളൊന്നും വിദൂരത്തിലല്ല, നമ്മളൊക്കെ കലാകാരൻ എന്നും അടുത്ത് നിൽക്കുന്നവരാണ്. താങ്ക് യു. ഇനി ഒരാൾ കൂടി സംസാരിക്കുന്ന അന്വേഷണം നിങ്ങളുടെ ചോദ്യങ്ങളാണ്. കാരണം ഈ ഒരു സിനിമയുടെ മുറ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു അഭിനയ പരിശീലന കളരി ഉണ്ടായിരുന്നു, കുറെ പേര് സെലക്ട് ചെയ്തിട്ട്. അപ്പൊ ഞാനും ഇത് എന്താണ് ഈ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ ഒരുത്തന്നെ കയറിൽ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു, താഴെ രണ്ടുപേര് ചാടി കുത്തി മറിയുന്നു. 1 മണിക്കൂറിനകത്ത് ഞാൻ അവിടെ നിന്ന് മുങ്ങി. കാരണം അത്രയ്ക്ക് ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളത് ഇവരെ പഠിപ്പിച്ച, അതായത് എല്ലാ പുതുമുഖങ്ങളെ എടുത്തിട്ട് പഠിപ്പിച്ച ആ ഒരു കാലിബർ മുസ്തഫ എന്ന് പറയുന്ന ആക്ടർ. സാധാരണ ഒരു ആക്ടർ എങ്ങനെ വളരാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ആക്ടിങ് ശൈലി തനിക്കറിയാന്നുള്ളത് മറ്റുള്ളവരെയും കൂടി പഠിപ്പിച്ച്, അല്ലെങ്കിൽ അതിൽ പ്രഗത്ഭരായിട്ടുള്ള സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ പോലും നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുസ്തഫ കൊണ്ടുവന്ന ഒരാളാണ് ശ്രീ കണ്ണൻ നായർ. ഒരുപാട് ഡ്രാമകളുടെ മുന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്ത ആളാണ് കണ്ണൻ നായർ. ഇപ്പൊ സുരാജേട്ടനോടൊപ്പം മുറയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ശ്രീ കണ്ണൻ നായർ 2 വാക്ക് സംസാരിക്കുന്നു. നമസ്കാരം. 2 വാക്ക് സംസാരിക്കും, ഒരുപാട് സമയം കഴിയുമെന്ന് എനിക്കറിയാം. താങ്ക് യു ഓൾ. ആദ്യം തന്നെ പറയാം എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നാടകം കാണാൻ വേണ്ടി ഒന്ന് വിഗ്രസ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്ന സമയമാണ്. ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തട്ടുകടകളിലും ചായക്കടകളിലും കോളേജിലും ഒക്കെ ഇവരിങ്ങനെ പരതി നടക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു നാടകം കാണാൻ വരുന്നു. ആ നാടകത്തിൽ ഞാനും കൂടെ അഭിനയിക്കുന്ന ഭഗവാന്റെ മരണം എന്ന് പറയുന്ന നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ നാടകം കഴിഞ്ഞപ്പോൾ ഒരു പിള്ളേരെ അന്വേഷിച്ചാണ് വന്നതെങ്കിലും ചിട്ടി വീണത് എനിക്കായിരുന്നു. ആ നാടകം കഴിഞ്ഞിട്ട് 2ാം ദിവസം എന്നെ മുസ്തഫ വിളിക്കുന്നു, ഒന്ന് കാണാൻ വരണം. ഇവന്മാരെ കണ്ടപ്പോൾ സ്ക്രീനിൽ കണ്ട ആൾക്കാരെ പെട്ടെന്ന് ഫ്രണ്ടിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ജെന്വൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു അത്. നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി ആ സീക്വൻസ് കണ്ടപ്പോൾ. എന്തായാലും ഈ സിനിമയ്ക്ക് അത്തരം ഒരു പെയ്ഡ് പ്രൊമോഷൻ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ സീരിയസ്ലി. ഡയറക്ടറോടാണ് ഇപ്പൊ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ജോജുവിന്റെ പണി സിനിമ വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു വിവാദമായ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരു റിവ്യൂവർ ഭീഷണിപ്പെടുത്തിയവരെ സംബന്ധിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബലാത്സംഗം കാണിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു കാരണമാണ് ആ വ്യക്തി പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഒരു വയലൻസ് രംഗമുണ്ട്. അപ്പൊ അത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ ഇതുപോലെ? അത്ര വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അത് പോരായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എഡിറ്റിലാണെങ്കിലും മിക്സിംഗ് ടൈമിൽ ഫൈനൽ സമയത്താണെങ്കിലും. പക്ഷെ അത് ആ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് അങ്ങനെ വെച്ചത്. ഏതാ അങ്ങനത്തെ ആൾക്കാരെ കഥ അല്ലത്. അതെ ഇത് ഭയങ്കരമായിട്ട് വിജയിക്കുമെന്നും ഇത് എന്താ പറയുക, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താണ്? ഇവരുടെ ആക്ടിംഗ് ആണോ അതോ ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന എന്തായിരുന്നു യങ്സ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റുന്നത്? കണ്ടാണോ സിനിമ? കണ്ടാണോ? സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയത് ഇപ്പൊ നമ്മള് സിഗരറ്റിന്റെ പാക്ക് കണ്ടില്ലേ? സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളിൽ ഭയങ്കര വ്രണം കാണിച്ചിട്ടുള്ള ഒരു സാധനം, ഒരു ഫോട്ടോ വെക്കില്ലേ, എന്നിട്ട് ഇത് വലിക്കരുത് എന്നാണ് പറയണത്. അതുപോലെ തന്നെയാണ്, അത്രയേ ഉള്ളൂ. ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പയ്യന്മാർ ഇതിനകത്തേക്ക് വന്ന ഈ പ്രായത്തിലുള്ള ആളുകൾ ഇത്തരം പരിപാടികൾക്ക് വന്നാൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എഫക്റ്റ് എന്താണ്, അതിന്റെ നഷ്ടങ്ങൾ എന്താണ്, അതിന്റെ പ്രയാസങ്ങൾ എന്താണ്, അതിന്റെ വേദനകൾ എന്താണ്, അത് വേദന അനുഭവിക്കുന്ന പിന്നീടുള്ള ആളുകൾ ആരൊക്കെയാണ്? അമ്മമാരായിരിക്കാം, കാമുകിമാരായിരിക്കാം, ചേച്ചിമാരായിരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അത് ഇങ്ങനെ തന്നെ എടുക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതോ ഈ പറയുന്ന പോലെ നെഗറ്റീവ്സ് വരാൻ ചാൻസ് കൂടുതലായിരുന്നില്ലേ? ഇല്ല, നമ്മളിങ്ങനെ ഉദ്ദേശിച്ചാണല്ലോ സിനിമ എടുക്കുന്നത്. അപ്പൊ അത് തന്നെയല്ലേ ജനങ്ങൾക്ക് കിട്ടേണ്ടതും. കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കമന്റ്സുകളിൽ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ അത് തന്നെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ചെയ്യുവാണെങ്കിൽ അത് പെയ്യില്ല. അതാണ് പൊതുവെ ഞാൻ വിളിച്ചത്. വാളെടുത്താൽ വാളാലെന്നുള്ളതാണ് പലരും എഴുതിയ കമന്റ്. അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടത്? ഞാൻ കണ്ടത് മിക്കവാറും എല്ലാവരും അങ്ങനെ. അല്ല, നമ്മള് കണ്ടതല്ലേ നിങ്ങൾ എഴുതുള്ളൂ. ഒരു കലാരൂപം നമ്മൾ ചെയ്യുന്നതിന് അതിന് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവട്ടെ. എന്ത് ഇന്റർപ്രിട്ടേഷൻ പലതുണ്ടാവട്ടെ, അത് ഓപ്പൺ ടു ഓഡിയൻസ് ആണല്ലോ. ഇനി അത് നിങ്ങളുടേതാണ്. ഒരു കലാരൂപം ഇവിടുന്ന് എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി നമുക്കൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളത് എന്ത് ഇന്റർപ്രിറ്റ് ചെയ്താലും അത് നിങ്ങളുടെ ശരിയാണ്, അത്രേ ഉള്ളൂ.
കപ്പേള ചെയ്തപ്പോൾ ലാസ്റ്റിൽ അന്നാബേൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് കടൽ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു സാർ. ഒരുപാട് വിമർശനങ്ങൾ കേട്ടതാണ്, അതിനേക്കാളേറെ പ്രശംസ കേട്ട ഒരു ഡയലോഗാണ്. കാരണം ആ സിനിമ അത്രയും ടോട്ടൽ നറേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഡയലോഗ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഫീൽ ഉണ്ട്. അത് കുറച്ച് പേരിലേക്കെങ്കിലും കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അത് വേണോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും വേറൊരു ഓപ്ഷനും കൂടി ഷൂട്ട് ചെയ്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും ഇല്ല, ഇത് വേണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് വെച്ചതാണ്. അത് പല ആൾക്കാർക്കും അത് കണക്റ്റ് ആയി, പിന്നെ കുറേ റീൽസ് ആയിട്ടും പല രീതിയിൽ അത് വന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സാധനം, നമ്മൾ ഇത്രയും പേര് ഇരുന്ന് ഇത്രയും ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇരുന്നിട്ട് നമ്മൾ ഇതിന്റെ ഏത് സ്ഥലത്താണ് പ്രശ്നം, എവിടെയാണ് പ്രോബ്ലം, അല്ലെങ്കിൽ എവിടെയാണ് ഇത് ആൾക്കാർക്ക് ഫീൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഒരു പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഒരു സിനിമയ്ക്ക് ഭീകരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അത് നമ്മളെ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രയും സമയം നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. മാലപ്പാർവതി തന്നെ ചെയ്യണം എന്ന് ഫസ്റ്റ് തുടക്കം മുതൽ ഉണ്ടായിരുന്നോ, അതോ പിന്നെ തിരിച്ച് പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ സമീപിച്ചിട്ടാണോ ചേച്ചിനെ എത്തിയത്? അല്ലല്ല, ചേച്ചിന്റെ ആദ്യത്തെ ഡിസ്കഷനിൽ നമ്മൾ കണ്ണൻ എഴുതുന്ന സമയത്ത് ഇതിന്റെ സ്കെച്ചസ് കുറച്ച് കാര്യങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, നല്ലൊരു ഗത്ത് തോന്നും, കോസ്റ്റ്യൂമിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും വെച്ച് ഞാൻ കണ്ണൻ ചോദിച്ചു, മാലപ്പാർവതി ചേച്ചിനെ പോലത്തെ ആളാണോ? കറക്റ്റ് അങ്ങനെ ഒരു 3 കറക്റ്റ് പറഞ്ഞതിലാണ് അത് ഫിക്സ് ചെയ്യണത്. പിന്നെ ഞാൻ ചേച്ചിന്റെ അടുത്ത് ജനറൽ ബോഡിയിൽ കാണുമ്പോൾ ചേച്ചി ഒരു സാധനം പറയാനുണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. വേറെ ഓപ്ഷനിലേക്ക് ഒന്നും പോയില്ല. ഈ മുറ 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ആഴ്ച മറ്റൊരു ചിത്രം റിലീസ് ആവുന്നുണ്ട്. ഇന്ത്യക്ക് അഭിമാനമായി മാറിയ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഓൾ ബി ഇമാജിനസ് ലൈറ്റ്. ഋതു അതിന്റെ ഭാഗമാണ്. അപ്പം മുറ സക്സസ് ആയി 2ാം വാരത്തിലേക്ക് കടക്കുന്നു, അടുത്ത ചിത്രം കൂടി. അപ്പം അതിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? സാധാരണ എല്ലാ ജനങ്ങളിലേക്കും ഓൾ ബി ഇമാജിനസ് ലൈറ്റ് എത്തുകയാണ്. സോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അതൊരു നല്ല ജെന്റിൽ, എല്ലാവരും സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഓൾ ബി ഇമാജിനസ് ലൈറ്റ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. റെസ്ട്രിക്ട് ചെയ്തത് OTT വന്നിട്ടോ അത് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അത് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് ഓൾ ബി ഇമാജിനസ് ലൈറ്റ്. പൈലൻ ടീം 6-7 വർഷമൊക്കെ ഇരുന്നാണ് സ്ക്രിപ്റ്റും വർക്ക് ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ആയാലും ഷൂട്ടിങ്ങിലും അത്രയും വേറെ രീതിയിൽ ഭയങ്കര എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിന് റിസൾട്ട്സും കുറെ ഫെസ്റ്റിവൽസിനും അവിടെയൊക്കെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കമേഴ്ഷ്യലി തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നത്. പായൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പായൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇത്രയും കമേഴ്ഷ്യൽ ആയിട്ട് ഇറങ്ങുന്നത്.